എന്റെ പൊന്നാല ഡോക്ടർ എന്താ പറഞ്ഞേ? എനിക്ക് അസുഖം ഉണ്ടോ? അത് നോക്കാനല്ലേ പോയാൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കണേ. അല്ല അപ്പൊ എങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്നെ കൊണ്ടോണേ? ഒക്കെ പറയാം, അവിടെ നടത്തുന്നുണ്ട്. ഇത് നിങ്ങളൊക്കെ പറഞ്ഞവർക്ക് ഇത് ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അല്ല അല്ല, നിങ്ങൾക്ക് ഈ ഡോക്ടറിലെ മരുന്നിലൊന്നും വിശ്വാസമില്ലാത്ത ആളല്ലേ? നിങ്ങൾ എന്ത് ഇവിടെ വന്നേ? ആരപ്പ ആള്? ഞാനാ. മന്മതജ്ജങ്ങള് വന്നോ? ഞങ്ങൾ ചികിത്സിച്ചാല് ഓന് ഞാൻ കഞ്ഞി കൊടുത്ത് ചൈനന്ന് വന്നാണ്. ഓന് ശരിക്കൊന്ന് പരിശോധിച്ചാളിട്ടോ. ഓന് ചൈനന്നാണ് വന്നേക്കണേട്ടോ. ചൈനന്ന് വന്നോണ്ട് എന്താ കുഴപ്പം? എന്ത് അസുഖം ഉണ്ടാവൂലേ? ചൈനന്ന് വന്നവർക്കൊക്കെ അസുഖം ഉണ്ടെന്ന് ആര് പറഞ്ഞ്? നിങ്ങളെ പോലെ തന്നെ പനിയും തലവേദനയൊക്കെ ആയിട്ട് കൊണ്ടുവന്നേക്കണതാണ് ഇവിടെ, അല്ലാതെ ഉറപ്പ് വരുത്തിയിട്ടൊന്നുമില്ല. അതെ, ഈ പനിയും തലവേദനയൊക്കെ വന്നത് ഈ അസുഖം കൊണ്ടാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. അതിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞങ്ങൾ പറയുന്നത് പോലെ ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ മതി. ഇത്ര വിവരം ഇന്ത്യക്ക് നിങ്ങൾ എന്തിനാണ് പേടിക്കണേ? ഒന്നാണ് വന്നതായി പടച്ചറപ്പിനോട് നോയിരുന്നോട്ടോ. അല്ല അത് രസല്ല. എന്റെ കൈ ചൈനയിൽ നിന്ന് വന്നവർക്കൊന്നും ഈ അസുഖം ഇല്ല. 1-2 പേർക്കല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് പേടിക്കണത്? ഇതിലും വലിയ അസുഖം നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടില്ലേ? അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടില്ലേ? ആരോഗ്യ വകുപ്പും സർക്കാരും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ആശ്വാസമായത്. നമ്മൾ ടെസ്റ്റിന് അയച്ച എല്ലാ സാമ്പിൾസും നെഗറ്റീവ് റിസൾട്ട്സ് ആണ് വന്നിരിക്കുന്നത്. അത് തന്നെ ആശ്വാസം വരുന്ന വലിയൊരു വാർത്തയല്ലേ? നമ്മുടെ ജില്ലയിൽ തന്നെ ആകെ 3 പേരാണല്ലോ ഐസൊലേഷൻ വാർഡിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള കക്ഷി. അതേന്നെ. ഇപ്പൊ മൂപ്പര് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായി. അതെ. റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞില്ലേ? പേടിയൊക്കെ മാറിയില്ലേ? ഒക്കെ മാറി, സന്തോഷായി. ആദ്യം ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞപ്പോഴേ ഒരു പേടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ സമാധാനമായി. ഇത്ര സൗകര്യമുള്ള സ്ഥലം വേറല്ല. സത്യം പറഞ്ഞ ഈ ഡോക്ടറും സാറും കൂടെ വീട്ടിൽ വന്ന് എന്നെ നിർബന്ധിച്ച് വിളിച്ചില്ലായിരുന്നു, ഞാൻ അവിടെ കിടന്ന് ചത്തുപോയേനെ. അല്ല, എന്ത് പണിയായിരുന്നു വരാനൊക്കെ? ഇനി ഈ ചൈനയിലൊന്നും ഇപ്പൊ അടുത്തൊന്നും പോകണ്ട. അല്ല പറയാ, ഞാൻ ആഫ്രിക്കയിലോട്ട് പോവാന്ന് വിചാരിക്കുന്നുണ്ട്. എന്റെ രൂപ അനുസരിച്ച് അത് കറക്റ്റാ. ഫോണൊക്കെ കൊള്ളാം, പുതിയതൊന്നും മേടിച്ചോണ്ട് വരരുത്. അതിപ്പം ആദ്യമൊക്കെ ആശങ്ക ഉണ്ടായിരുന്നേ, അതാ. നിങ്ങൾ ഈ പറഞ്ഞ ആശങ്ക ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ആശങ്കയാണ് ജനത്തിന് മുഴുവൻ. അപ്പൊ അത്തരത്തിലുള്ള ആശങ്കകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ പറഞ്ഞ ഈ ആശങ്കയും തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ ഇനി നിങ്ങൾ കൂടെ പ്രവർത്തിക്കണം. നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ രോഗലക്ഷണമുള്ള ആളുകളോ അല്ലെങ്കിൽ രോഗമുള്ള രാജ്യത്തു നിന്ന് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ഏത് വൈറസിനെയും വരുതിയിലാക്കാൻ മനുഷ്യരാശിക്ക് കെൽപ്പുണ്ട്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.